ഇടുക്കി ദേവികുളം താലൂക്കിൽ സർക്കാർ പട്ടയം നൽകിയിട്ടും ഇതുവരെ ഭൂമി ലഭിക്കാതെ 170 കുടുംബങ്ങൾ. കച്ചേരി സെറ്റിൽമെന്റ് എന്ന നിലയിൽ റവന്യൂ വകുപ്പ് പതിച്ചു നൽകിയ പ്രദേശം ചതുപ്പുനിലം. വാസയോഗ്യമായ സ്ഥലങ്ങളിൽ ഭൂമാഫിയയുടെ ഭൂമി മറിച്ചു വിൽപ്പന. ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവ്. ദേവികുളം കച്ചേരി സെറ്റിൽമെന്റ് എന്ന പേരിൽ 2009-ൽ 170 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്ത ഭൂമിയാണ് എനിക്ക് മുന്നിൽ കാണുന്നത്. ഒരു കല്ലിട്ടാൽ പുതഞ്ഞു പോകുന്ന അത്രയും ചതുപ്പ് നിലം. ഇത് ആർക്കു വേണ്ടിയാണ് റവന്യൂ വകുപ്പ് ഇത്തരമൊരു ഭൂമി വിതരണം ചെയ്തത്? ഇപ്പോഴും ആ പട്ടയവുമായി പാവങ്ങൾ നെട്ടോട്ടമോടുകയാണ്. പട്ടയം കിട്ടിയിട്ടും ഭൂമി ആയിട്ടില്ല അല്ലേ? പട്ടയം കിട്ടിയിട്ട് ഭൂമിയായില്ല. വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഈ ചേലൊക്കെ മറിച്ചാണ്, ചുറ്റും മറിച്ച് ഇങ്ങനെ ഇരിക്കുക. മഴ പെയ്യുമ്പോൾ ഭയങ്കര ഒഴുക്കലായിരിക്കും, കിടക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ക്യാമ്പിളെ കൊണ്ടുപോയാണ് നമ്മൾ ആക്കുന്നത്. വർഷം ഇതാണ് സ്ഥിതി. വ്യാജ പട്ടയം നിർമ്മിച്ച് പിന്നീട് സർക്കാർ ഭൂമി കയ്യേറുന്ന ഭൂമാഫിയയുടെ കഥയല്ല ഇത്. തലമുറകളായി തോട്ടം മേഖലയിൽ പണിയെടുത്ത നിർധനരായവർക്ക് സർക്കാർ നൽകിയ പട്ടയത്തിൽ ഒരു തുണ്ട് ഭൂമി പോലും ലഭിക്കാത്തവരുടെ ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണിത്. ൽ ദേവികുളം കച്ചേരി സെറ്റിൽമെന്റ് എന്ന പേരിൽ LDF സർക്കാർ 170 കുടുംബങ്ങൾക്ക് 4 സെന്റ് വീതം പട്ടയമാണ് നൽകിയത്. ദേവികുളം റവന്യൂ ഓഫീസിന് പിന്നിലുള്ള 8.6 ഏക്കർ ഭൂമി. ഇതിൽ ഭൂരിഭാഗവും ചതുപ്പ് നിലം. പ്രളയകാലത്തുൾപ്പെടെ ദേവികുളത്ത് ഒഴുകിയെത്തിയ വെള്ളം ഇവിടെയാണ് താഴ്ന്നത്. ചോർന്നൊലിക്കുന്ന, എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിലും കൂരകളിലുമാണ് പട്ടയം ലഭിച്ച ഈ തോട്ടം തൊഴിലാളികളുടെ ഇന്നത്തെ ജീവിതം. ഒരു 15 தெரியல. நாங்கள் ரிட்டர்ன் முடிச்சு வீட்டில் கிடக்கோம். கம்பெனி எங்களை வீட்டை விட்டு வெளியே போய் சொல்லுது. நாங்கள் எங்கே போய் ஜெயிப்பிக்க? ஒரு கம்பெனி கவர்மெண்ட் பார்த்து எங்களுக்கு ஏன்னா ஒரு உதவி பண்ணி ஒரு நல்ல இடத்துல வீடு பார்த்து கொடுங்க. வீடு கட்ட முடியாது. நாங்கள் என்ன பண்ணுறது? ജീവിക്കാൻ ഒരു മാർഗം ഇല്ല. ഞാനും അമ്മയും അനിയത്തിയും ഉള്ള കുടുംബമാണ്. കണ്ടമൻ കോട്ടേഴ്സിലാണ് താമസിച്ചു വരുന്നത്. ഇത് കണ്ടമൻ കോട്ടേഴ്സ് എന്ന് ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കണ വീടാണ്. മഴ വന്നു കഴിഞ്ഞാൽ ചോരുകയും ചെയ്യും. അടച്ചുറപ്പില്ലാത്ത വീടാണ്. റവന്യൂ അധികൃതർ അശാസ്ത്രീയമായി സർവേ നടത്തി പ്ലോട്ട് തിരിച്ചു. വാസയോഗ്യമായ ഇടങ്ങളിലൊക്കെ കൈവശാവകാശത്തിന്റെ പേരിൽ കച്ചേരി സെറ്റിൽമെന്റിലെ ഭൂമി കയ്യേറി താമസമാക്കി പല ഭൂമി തട്ടിപ്പുകാരും. ഇവിടെ ഇപ്പോൾ സ്വന്തമല്ലാത്ത ഭൂമിയുടെ മറച്ചു വിൽപ്പന നടത്തുന്ന മാഫിയ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. പട്ടയം ലഭിച്ചവർ ഭൂമിക്കായി എത്തുമ്പോൾ അവ കയ്യേറിയതായി കണ്ടെത്തിയെന്നാണ് പരാതി. കഴിഞ്ഞ 18 കൊല്ലമായിട്ട് ഈ പട്ടയം കിട്ടിയ ആളുകൾ തങ്ങളുടെ പട്ടയം കയ്യിൽ വെച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. ഇതേവരെ അവർക്ക് വാസയോഗ്യമായ വീട് വയ്ക്കാൻ സാധിക്കുന്ന ഒരു ഭൂമി കണ്ടെത്തി കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ഈ KDH വില്ലേജിലെ ഈ കച്ചേരി സെറ്റിൽമെൻറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഭൂമാഫിയകൾ ഇവിടെ മിച്ചഭൂമിയായി കിടക്കുന്ന സ്ഥലങ്ങൾ, സർക്കാർ സ്ഥലങ്ങൾ കയ്യേറിക്കൊണ്ട് അത് കച്ചവടത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചതപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചതപ്പിൽ പോയി കിടക്കാൻ പറ്റുമോ? അവിടെ ഞങ്ങൾ വില്ലേജുകാരെല്ലാം അവിടെ പോയി നോക്കിയതാണ്. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോൾ സർവേ ഇളക്കുമ്പോൾ ആടുക. നമുക്ക് കിട്ടിയ സർവേയൊക്കെ അത് വേറെ ആൾക്കാർ കൈയേറ്റം ചെയ്ത് വീട് കെട്ടി. ആ ഒരു വീട് കെട്ടിയപ്പോൾ നമ്മൾ തള്ളാനോ ഇടിക്കാനോ പോകാൻ പറ്റുമോ? പട്ടയം കയ്യിൽ വെച്ചിട്ട് ഒരു തുണ്ട് ഭൂമി ഇല്ലെന്ന് മാത്രമല്ല, കയ്യേറ്റക്കാരുടെയും ഭൂമാഫിയയുടെയും തട്ടിപ്പിന് കൂടി ഇരയാവുകയാണ് നിർധനരായ ഈ തോട്ടം തൊഴിലാളികൾ. പട്ടയം കൈവശം വെച്ചിരിക്കുന്ന 170 കുടുംബങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമി ഇല്ല എന്നത് മാത്രമല്ല ഇതിനകത്തെ ഗൗരവപരമായ വിഷയം. ചതുപ്പ് നിലത്തിനോട് ചേർന്ന വാസയോഗ്യമായ പല സ്ഥലങ്ങളും ഇന്ന് കയ്യേറ്റക്കാരുടെയും ഭൂമി മുറിച്ചു വിൽപ്പനക്കാരുടെയും കയ്യിലാണ്. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.